പക്ഷെയാണെങ്കിലും അവിടെ ഗംഭീരമായ ഒരു സദസ്സും ഒരു മീറ്റിംഗുമാണിത്. നമ്മളുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസക്തമായ ചരിത്ര ആഭിമുഖ്യങ്ങളും നമ്മുടെ ഉത്തരവാദിത്വങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഫ്രാൻസിസ് പാപ്പായുടെ വേർപാടിന്റെ ദുഃഖത്തിൽ തന്നെയാണ് പുതിയ പരിശുദ്ധരാവിനെ പിരിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് നോക്കിയിരിക്കുന്ന സമയവുമാണ്. പരിശുദ്ധ ഫ്രാൻസിസ് രാവ് അൽമായരോട് അഗാധമായ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അത്തരത്തിൽ പരിശുദ്ധരാവ് നടത്തിയ യാത്രകളിലെല്ലാം അൽമായരെ മനസ്സിൽ കണ്ട് സംസാരിക്കുകയും അവരോട് പ്രതികരിക്കുകയും അവര് നല്ല ഗുണമില്ലാതെ കാണപ്പെട്ടാൽ അവരോട് ഏറ്റുമുട്ടുകയും എല്ലാം ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം കാരണം അൽമായർക്ക് സഭയിലുള്ള സ്ഥാനം, അൽമായരുടെ സജീവമായ സാന്നിധ്യമാണ് സഭയുടെ തിളക്കമുള്ള മുഖം എന്ന് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ആ ഒരു ചിന്തയിലാണ് നമ്മളിവിടെ കത്തോലിക്ക കോൺഗ്രസിന്റെ 107ാമത് ജന്മദിന സമ്മേളനവും ഒപ്പം ഇവിടെ പ്രദർശിതമായിട്ട് പറയപ്പെട്ട കർമ്മ സേനയുടെ ഉദ്ഘാടനവും നടക്കുന്നത്. ഇത് രണ്ടിൻ്റെയും പ്രസക്തമായ കാര്യങ്ങളെല്ലാം ജോർജനും നിധീരിക്കൽ സാറും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ജോസിനും വളരെ സമഗ്രമായ ഒരു ഓറിയന്റേഷനാണ് നമ്മളുടെ ഇന്നത്തെ സമ്മേളനത്തിലേക്ക് നൽകിയത്. കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപീകരണത്തില് നിധീരിക്കൽ മണിക്കത്തനാല് വഹിച്ച പങ്ക് നമുക്ക് മറ്റാരുമായിട്ട് ഒരു താരതമ്യം പറയാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു. ഈ അൽമായ മുന്നേറ്റം ഒട്ടനവധി സമര പോരാട്ടങ്ങളും ഇടപെടലുകളും എല്ലാം നടത്തിയിട്ടുണ്ട്. ഒരു ട്രിപ്പിൾ ഡയമെൻഷൻ പോലെയുള്ള കാര്യമായിരുന്നു മലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, പൗരസമത്വ പ്രക്ഷോഭം എന്നീ 3 കാര്യങ്ങൾ. സൊസൈറ്റിയുടെ കാര്യമെല്ലാം സാർ ഇവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇവിടെയെല്ലാം കത്തോലിക്ക കോൺഗ്രസ് ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. കരിയാറ്റി മെത്രാപ്പൊലീത്തായുടെ ഭൗതിക ശരീരം കേരളക്കരയിൽ കൊണ്ടുവന്നതിലും അത് പുനഃസ്ഥാപിച്ചതിലും കത്തോലിക്ക കോൺഗ്രസ് നിർണായകമായ പങ്കുവഹിച്ചു. പറയമാക്കലിന്റെ ഗവർണറുടെ ഭൗതിക അവശിഷ്ടം രാമപുരം പഴയ പള്ളിയുടെ ഭിത്തിയിൽ നിന്ന് ആഘോഷമായി എടുത്ത് വലിയ പള്ളിയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗത്ത് സ്ഥാപിച്ചത് നമ്മുടെ ഞായറാഴ്ചയാണ്. അങ്ങനെ നിർണായകമായ ഇടപെടലുകൾ വേണ്ട സമയത്ത് നടത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പല കത്തോലിക്ക കോൺഗ്രസ് നിർഭയം എന്നും പൊതുജന സമക്ഷവും അതുപോലെ തന്നെ എവിടെയെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ രൂപതയ്ക്ക് പുറത്തും എല്ലാം എത്തുന്ന ആ ഒരു വലിയ സംഘടനാ വൈഭവവും എല്ലാം യുവജനങ്ങളുടെ വിങ്, വനിതകളുടെ വിങ്, ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ശക്തമായ മുന്നേറ്റ പ്രസ്ഥാനങ്ങളെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഞാൻ ഈ ദിവസം കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളല്ലെങ്കിലും അൽമായയുടെ പ്രാധാന്യത്തെക്കുറിച്ച് 1-2 കാര്യങ്ങളൊന്ന് പറയുകയാണ്. നിജാതിമായിട്ട് പറയാനുള്ളത് ദച്ചിൽ മർത്തൂത്തരവിനെ കുറിച്ചാണ്. 1741 മുതൽ 814 വരെയുള്ള കാലഘട്ടം മെയ് 9-നാണല്ലോ അദ്ദേഹത്തിന്റെ ഓർമ്മ സുന്ദരാനം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 18-ാം നൂറ്റാണ്ടിലെ ഭാരതത്തിലെ സുറിയാനി സഭയുടെ ചരിത്രത്തിലും തിരുവിതാംകൂർ രാജ്യത്തിന്റെ ചരിത്രത്തിലും സമുന്നതമായ ഒരു സ്ഥാനം വഹിച്ച ആളായിരുന്നു ദച്ചിൽ മർത്തൂത്തരകൻ.
സഭാസ്നേഹിയായിരുന്നു, സമുദായ സ്നേഹിയായിരുന്നു, സമുദായ പരിഷ്കർത്താവായിരുന്നു, അൽമായ പ്രമുഖനായിരുന്നു, ഉന്നത കുലജാതനായിരുന്നു, സാംസ്കാരിക മികവുള്ളവരായിരുന്നു, സമ്പന്നനായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നോർത്ത് പറവൂര് കുത്തിയതോട് ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം. ഏതൊരു അവസരങ്ങളിലും സഭയ്ക്ക് വേണ്ടി ഏത് നിലപാടും നല്ലതെടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു. ആലപ്പുഴ കേന്ദ്രമാക്കിയായിരുന്നു പ്രധാനമായിട്ടും പ്രവർത്തിച്ചത്. ആലപ്പുഴയുടെ കീർത്തി അദ്ദേഹം വഴി അന്നത്തെ ലോകം മുഴുവനും എത്തി. മാതൃസഭയെ സ്നേഹിച്ച ഒരു വീരപുരുഷനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അപ്പന്റെ വ്യാധി മൂലമാണ് അദ്ദേഹത്തിന് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ഒക്കെ നല്ലവണ്ണം വേര് ഓടിക്കാനായിട്ട് സാധിച്ചത്. ശ്രേഷ്ഠനായ ട്രേഡർ, എക്സ്പോർട്ടറായിരുന്നു. തെക്കിൻതടി കച്ചവടത്തിന്റെ കേരളത്തിൽ 1-ാം സ്ഥാനത്ത് നിന്നു. സുഗന്ധ വ്യഞ്ജന വ്യാപാരങ്ങളും നടത്തി. പുകയില, ഉപ്പ് തുടങ്ങിയവരെല്ലാം പുസ്തകാവകാശം തന്നെ അദ്ദേഹത്തിനായിരുന്നു. അങ്ങനെ ആലപ്പുഴയ്ക്ക് വലിയ പേരുണ്ടാക്കി. ആലപ്പുഴ വലിയ വ്യാപാര കേന്ദ്രമായി. കൊച്ചിയിലേക്കും അത് വ്യാപിപ്പിച്ചു. കയറ്റുമതികളെല്ലാം തരകന്റെ കയ്യിലായിരുന്നു. ഗവൺമെന്റിലേക്കും അദ്ദേഹം സംഭാവന ചെയ്തിരുന്നു. തിരുവിതാംകൂറിലെ ശ്രീ കാർത്തിക തിരുനാൾ കൂറിന്റെ ഹൃദയം മനസ്സിലാക്കിയ വ്യക്തി. അദ്ദേഹം വളരെയേറെ എതിർപ്പുകള് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടിപ്പു സുൽത്താനുമായിട്ടുള്ള യുദ്ധം നടത്താൻ വലിയ തുക രാജാവിന് അദ്ദേഹം നൽകി. പക്ഷേ വെലുത്തുമ്പി നല്ല പൊളിറ്റിക്കൽ ഡിറ്റർമിനേഷനുള്ള ആളായിരുന്നു. അദ്ദേഹം പിന്നീട് ജളവായ, നമ്മളെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പോലെയുള്ള ഒരു വാക്കാണ് ജളവ. വെലുത്തുമ്പി തരകനെ അറസ്റ്റ് ചെയ്യുകയും ചെവി മുറിക്കുകയും ചെയ്തതോടുകൂടി ഒരു കാലഘട്ടം അവിടെ അവസാനിച്ചു. പക്ഷേ ബലരാമവർമ്മ തരകന് സ്വർണ്ണ ചെവി സമ്മാനിച്ച് വെച്ചുപിടിച്ചു. അങ്ങനെയാണ് സ്വർണ്ണ ചെവിയുടെ ആള് എന്ന് നമ്മളുടെ സഭയുടെ ചരിത്രത്തിൽ തരകൻ അറിയപ്പെടുന്നത്. അദ്ദേഹം വളരെയേറെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ദേശപൂർണമായ രീതിയിൽ സംഘർഷങ്ങളെല്ലാം ഏറ്റുവാങ്ങുകയും ചെയ്തു. നമ്മുടെ ഈ സംഘടന വളരെ ശക്തമായിട്ട് സാമൂഹ്യ ചിന്തകളെയും അതുപോലുള്ള മറ്റ് പൊതുകാര്യങ്ങളെയും എല്ലാം കണ്ട് വിലയിരുത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളുടെ പാലായിൽ നിന്നുള്ള നിരവധിയായ അമ്മായില് നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ ശുശ്രൂഷ ചെയ്തവരുണ്ട്. അവരെയും വളരെ കൃത്യമായിട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ ആളുകൾ അല്ലെങ്കിൽ പോലും അന്മായയുടെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയാൻ അവരെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ ചുരുക്കം ചില പേരുകളൊക്കെ ഓർമ്മിക്കുകയാണ്. ശ്രീ കുഞ്ഞിജീരി, ജോൺ നിജീരി, തോമച്ചൻ തിരുവിഴാക്കുന്നേല്, വടക്കേനുള്ള കന്നാൽ, അർവി തോമസ്, ദേശി കുര്യാക്കോസ്, ജെയോ ജോസഫ്, മാത്യു കട്ടക്കയൻ, ജേക്കബ് ചെറിയാൻ കല്ലൂക്കുന്നേൽ, കെ.സി. ചാണ്ടി കോട്ടവാദത്തില്, ഡോക്ടർ ബി ജെ തോമസ്, ജോസഫ് ആഗസ്റ്റ് കയ്യാലക്കലും, തോമസ് കയ്യാലക്കലും, കെ എം മാത്യു കയ്യാലക്കലും, കുരുവിള മലയാനി, മാത്യു മുരിക്കൻ, ജോർജ് തോമസ് കൊട്ടുകാൽപ്പള്ളി, തോമസ് ജോസഫ് കൊട്ടുകാൽപ്പള്ളി, കെ.സി. പ്രാവ് കള്ളിവഴിയിൽ കൊണ്ടുപുറമിൽ മാപ്പൻ, മാത്യു എം കുരുവേലി, മാത്യു മണിയങ്ങാടൻ, ഷെവിലിയർ പി.സി. ജോർജ്, ചെറിയാൻ ജെ കാപ്പൻ, സി എ തൊമ്മൻ, ഷെവിലിയർ കെ.സി. ചാക്കോ, അപ്പി പാറക്കാട്ട്, ജംസിയാൻ വീട്ടുമംഗലം, ഡേവിഡ് മഹാബല്ല, തോമസ് ശ്രീരാൻകുഴി, കെ.സി. സെബാസ്റ്റ്യൻ, കെ.സി. സെബാസ്റ്റ്യൻ എക്സ്.എം.പി, സക്കറിയാസ് ഉദലോടി, ഇ.വി. ജോസഫ് എക്സ്.എം.എൽ.എ, പ്രൊഫസർ കെ എം ചാണ്ടി, പല കെ എം മാത്യു, ടി എ മാത്യു ചെല്ലി, ഇബ്രാഹിം വല്ലാത്തുകുന്ന്, ജെ എ ചാക്കോ, തോമസ് മാത്യു കൊട്ടാരത്തൻകുടി, അന്നമ്മ വൈകര, മിസ്സിസ് മറിയാമ്മ ജോർജിജീരി, ഏലമ്മ കവിക്കുന്ന്, കെ എസ് മേരി, റോസലിൻ കറിയാൻ, ആധികാരികമായിട്ടുള്ള മാണി സാറ്, ജേക്കബ് സാറ്, കെ വി കുര്യൻ തൊട്ടപ്പുറം, ഷെവിയർ അഗസ്റ്റിൻ, ഷിറയും
അഡ്വക്കേറ്റ് CM മാത്യു, സിറ്റി മാത്യു ചന്ദ്രപ്പുര, ഇങ്ങനെ നിരവധിയായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീകൃഷ്ണന്മാരുടെ വലിയൊരു സംഖ്യ, ഒരു ലിറ്റണി നമുക്ക് രൂപീകരിക്കാൻ തക്കവണ്ണം നമ്മളുടെ ആളുകൾ നമ്മുടെ ഇന്നത്തെ വരാരുകളിൽ പ്രവർത്തിച്ച് ഈ രൂപതയുടെ ഏറ്റവും വലിയ നന്നായ സ്വരം ഏൽപ്പിച്ച ആളുകളാണ്. അത് ആ ഒരു വിശാലമായ നന്നായ നേതൃത്വം കൂടെ നമ്മളുടെ കുടിവരവുകളിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവരെല്ലാം ഈ രൂപതയെ, ഈ സമുദായത്തെ, ഈ സഭയെ, നമ്മുടെ രാഷ്ട്രത്തെ വളർത്തിയവരാണ്. ഞാൻ സമയപരിധി പോലെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കുറേയേറെ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഭയാനകമായിട്ടുള്ളത് നമ്മുടെ മയക്കുമരുന്ന് തന്നെയാണ്. It is a drug epidemic or pandemic we are witnessing too. It is a new COVID of our time. അതുപോലെ മയക്കുമരുന്ന് നമ്മളെ ഉപദ്രവിക്കുക, ഈ സമൂഹത്തെ ബലഹീനമാക്കുന്നു. ബൗദ്ധികമായ തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പില്ലാത്തവരെ പോലെ നമ്മുടെ തലമുറകളെ മാറ്റിക്കളയുക. നമ്മളങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉചിതമായ സമയങ്ങളിലെല്ലാം പൊതു സമൂഹത്തോട് സംസാരിക്കുകയും സർക്കാരിൻ്റെ അടുത്ത് നമ്മുടെ നിരീക്ഷണങ്ങൾ കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ഗൗരവകരമായിട്ട് ചിന്തിക്കണം. ഒരു മാസം മുമ്പ് സോണിയാഗാന്ധിയുടെ ഒരു ലേഖനം ഹിന്ദു പേപ്പറിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ അവർ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊമേഴ്സ്യലൈസേഷൻ, a kind of a communism and a kind of a monopoly in the field of education. എല്ലാം പിടിച്ചടക്കി വലിയ പദ്ധതികളുടെ പേരിൽ നമ്മളുടെ റിസോഴ്സസ് എല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ പിടിച്ചടക്കിക്കൊണ്ട് അവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഭദ്രമായ വിദ്യാഭ്യാസ പദ്ധതിക്ക് പൊട്ടം വരുന്നു എന്നുള്ള രീതിയിലാണ്. അതിൽ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ NEP അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴും ഒരിടത്തും അഡ്മിഷൻ കിട്ടാത്ത പാവപ്പെട്ട ഒരുപാട് കുട്ടികൾ ഈ രാജ്യത്തുണ്ടാകും. പാവപ്പെട്ടവര് കൂടുതൽ പാവപ്പെട്ടവരായിട്ട് നിൽക്കേണ്ടി വരും. നമുക്കറിയാമല്ലോ, വലിയ സെറ്റപ്പിൽ നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ സ്ഥാപനം, ആ പ്രസ്ഥാനം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ പറയും മിനിമം 50% മാർക്ക് വേണം, അല്ലെ പറ്റില്ല. അതൊരു ആ സ്ഥാപനത്തിന്റെ അന്ത്യക്ക് വേണ്ടിയാണ്. നമ്മളുടെ മലയാളം പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ രൂപത രക്ഷപ്പെട്ടത്. ഞാൻ ആവർത്തിക്കുക, ഏത് സാധാരണക്കാരനും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനും ഒരു ബെഞ്ചിൽ വന്നിരുന്ന് പഠിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും നമുക്കുണ്ടായിരുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റുകാരനാണോ കോൺഗ്രസ്സുകാരനാണോ ഈ വേർതിരിവുകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിലേക്ക് നമ്മുടെ മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയാൻ പോലും ഒരു സ്പേസ് ഇല്ലാത്ത വിധത്തിൽ വിദ്യാഭ്യാസ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള നമുക്കത് ചെറുത്തു നിൽക്കാൻ നിവൃത്തിയില്ല. അത് വലിയൊരു കൊടുക്കാറ്റാണ്. അവിടെ നമ്മളൊരു കടലാസ് ഉയർത്തിപ്പിടിച്ച് നിന്നതുകൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള സാധാരണക്കാരുടെ പ്രയാസങ്ങള്, പ്രതിസന്ധികള് ഒക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഗൗരവതരമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും നമുക്ക് വേണം. അതുപോലെ പുതിയ തലമുറയിൽ ജനിക്കുന്ന കുട്ടികള് അവരൊക്കെ അറിയപ്പെടുന്നത് തന്നെ നമുക്കൊരു തരത്തിലും പരിചയമില്ലാത്ത രീതിയിലാണ്. 1981 ശേഷം ജനിച്ച കുട്ടികളെ മില്ലേനിയൽസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. 44 വയസ്സ് പ്രായമുള്ളവരാണ് ഇപ്പോൾ. ഡിജിറ്റൽ എക്കോസിസ്റ്റം എല്ലാം പരിചയമുള്ളവരും. 1996 ശേഷം ജനിച്ച കുട്ടികളെ ജെൻസി എന്ന് വിളിക്കാൻ അവർ തന്നെ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവർ 29 വയസ്സാണ്. ആൾട്ടർനേറ്റീവ് ഇന്റലിജൻസ്, AI, ഇന്റർനെറ്റ്, ഇതിന്റെ എല്ലാം കാര്യങ്ങൾ കൊണ്ടുനടക്കുന്നവരാണ്. അതാണ് നമ്മുടെ തലമുറ. നമ്മൾ അവരോട് ഈശോയെ കുറിച്ച് പറയുമ്പോൾ നമ്മളും ഈ ഡിജിറ്റൽ ഇന്റർനെറ്റ് ഇവാഞ്ചലൈസേഷൻ എന്നൊക്കെ പറയുന്ന ആ മേഖലയിലേക്ക്
കൂടുതലായിട്ട് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ തലമുറയിൽപ്പെട്ട ഈ 4-5 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നിരവധിയായ കാര്യങ്ങളിൽ EWS വന്നപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് സാന്നിധ്യം ഇറങ്ങി പ്രവർത്തിച്ചു. JBKC കമ്മീഷന്റെ കാര്യം വന്നപ്പോൾ, പലാഹോം പ്രോജക്റ്റ് വന്നപ്പോൾ, കലക്കും നെൽസിന്റെ കാര്യസ്ഥതയിലാണ് ഏറ്റവും കൂടുതൽ ഹോംപാല വീടുകൾ നിർമ്മിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. എനിക്ക് സമയമായി മുക്തിയാണ്. നമുക്ക് ഈ നാടുകളിൽ വളരെയേറെ നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റുകയില്ലായിരിക്കും. ഏറെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ആശാ വർക്കേഴ്സിന്റെ കാര്യം. പാവപ്പെട്ട സ്ത്രീകൾ, അവര് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആശാ വർക്കേഴ്സ് വളരെ സന്മാനത്തോടുകൂടി അവർ ജോലി ചെയ്യുന്നവരാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികളാണ്. വീട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ആളിനെ നോക്കുന്നത്, അല്ലെങ്കിൽ വഴിയിൽ കടന്നു കിട്ടുന്ന ഒരാളുടെ കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖല വൃത്തികേടായി കിടന്നവർക്ക് ക്ലീൻ ചെയ്യുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു പ്രയാസം. സാറിവിടെ നമ്മൾ മിഷണറിമാര് 15,000 എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഈ നമ്പറായിരുന്നു 26,000-ലധികം ആശാ വർക്കേഴ്സ് എന്ന് കേരളത്തിൽ. ഒരു സർക്കാരുമായി, കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവർക്ക് ഫോർമലായിട്ടുള്ള റെക്കഗ്നീഷൻ വേണമെന്നാണ് ഇത് പറയുന്നത്. സാലറി 7,000 നിന്ന് 21 വരെ ആക്കണം. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് വേണം. ഫ്ലെക്സിബിലിറ്റി റിട്ടയർമെന്റ് ഏജ്, എപ്പോഴാണ് അവർ ജോലി സ്റ്റോപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാനുഷികമായിട്ട് പറയുന്നു. അവര് ആ സ്ത്രീകളെ ഏത് എക്സ്ട്രീം വരെയും അവർ പൊക്കോട്ടെ, നമ്മുടെ കാര്യത്തിൽ നമുക്കതൊന്നും ബാധകമല്ല എന്ന മട്ടില് സർക്കാരോ സഭയോ ഓഫീസേഴ്സോ ഒക്കെ പോകുന്നത് വാസ്തവത്തിൽ ഈ രാജ്യത്തിന് നല്ലതാണ്. അങ്ങനെയെല്ലാം സ്ത്രീകളുടെ മഹത്വം വളരെയേറെ നഷ്ടപ്പെടുത്തി കളയുന്ന കുറെ രീതികൾ കൂടെ ഈ കാലഘട്ടത്തിൽ വളരുന്നുണ്ട്. അതിന് നേരെ നമ്മൾ പൂർണ്ണമായിട്ട് കണ്ണടയ്ക്കരുതെന്നുള്ള ഒരു ചിന്തയാണ്. അവരുടെ സ്വരം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടതാണ്. നമുക്ക് പെട്ടെന്ന് ഉത്തരം ഇല്ലതാണ്, പരിഹാരം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും അത്തരം സ്വരങ്ങളും നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മൾ സഭയുടെ നല്ല കന്മായക്കാരായിട്ട് രൂപപ്പെടുന്നതും വളരുന്നതുമെല്ലാം. എൻ്റെ വാക്കുകൾ സ്വീകരിക്കട്ടെ. ഈ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഇവിടെ ഓടിയെത്തിയത്. വലിയ സമ്മേളനമായിരുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ 107 വർഷത്തെ കർമ്മ പദ്ധതികൾ നമുക്ക് വാക്കുകൾ കൊണ്ട് ഒതുക്കാവുന്നതല്ല. വളരെയേറെ സജീവമായിട്ട് നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അത് ജോർജ് വർഗീസിന്റെയും മാനുവൽ സാറിന്റെയും ഒക്കെ ആ ഒരു പ്രത്യേകമായ പട്ടോളം സാറിന്റെ ഒക്കെ അവരുടെ ആ ഒരു സോഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള ആ കൺസേൺ കൊണ്ടാണ് ഏത് വിഷയം വന്നാലും ഇവരെവിടെ പോയി ചാടിപ്പിടുക. അതാണ്, അങ്ങനെയാണ് നമ്മൾ സാമൂഹ്യ തിന്മകൾക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും സഭയുടെ സന്ദേശം കൊടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അതിന് വലിയ അഭിമാനമുണ്ട്. ഈ കത്തോലിക്ക കോൺഗ്രസ് സഭയുടെ സുവിശേഷത്തിന്റെ പരിശുദ്ധ പിതാക്കന്മാരുടെ ചിന്തകള് ഈ സമൂഹത്തിൽ ഇതുപോലെ പ്രായോഗികമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നത്. അതിലെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഈ ആഴ്ചക്ക് നന്ദി. ഇവിടെ ഇതുപോലൊരു വലിയ അവസരം ഒരുക്കിത്തന്നതിന് നമ്മൾ നിത്യ സുനകോസിനെ കുറിച്ച് പഠിക്കും. കത്തോലിക്ക കോൺഗ്രസിനെയാണത് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമുക്ക് നല്ല ഒരു പ്രബോധനമായിട്ട് മാറും. സഭയുടെ ഡോക്ടറിൻസ് നമ്മൾ വിട്ടുകളഞ്ഞിട്ട് മറ്റെന്ത് പഠിപ്പിച്ചാലും ചെയ്താലും അതെല്ലാം വെറും ഒഴുകിപ്പോകുന്ന വെള്ളം പോലെയാണ്. നിക്കിയ മുതൽ രണ്ടാമത്തെ ക്യാൻസറോസ് വരെയുള്ള കൗൺസിലുകളുടെ ഡോക്ടറിൻസ് നമ്മൾ പഠിക്കുകയും അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ധൈര്യം കാണിക്കുകയും ചെയ്യണം. അപ്പോഴാണ് സഭയ്ക്ക് ഈ ലോകത്തിൽ മുമ്പോട്ട് നീങ്ങാനാണ് സാധിക്കും. എല്ലാവർക്കും നന്ദി പറയുന്നു. പരിശുദ്ധ അൽഫോൻസാബിക്ക് ജോൺ ദൈവംശയാണ് നിങ്ങളെല്ലാവരും സമർപ്പിച്ച് എൻ്റെ വാർത്തകൾ Hallelujah.